1984 ഡിസംബർ 2 രാത്രി. ഡ്യൂട്ടിക്കിടെ ചായ കുടിക്കാൻ ഫാക്ടറിക്കുള്ളിലെ കഫറ്റീരിയയിൽ എത്തിയതായിരുന്നു യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലെ സൂപ്പർവൈസർ ഷക്കീൽ ഖുറേഷി. പെട്ടെന്ന് അപകട സൈറൺ മുഴങ്ങി. ചായക്കുടി പൂർത്തിയാക്കാതെ ഖുറേഷി ഫാക്ടറിക്കുള്ളിലേക്ക് ഓടി. മീഥൈൽ ഐസോസൈനേറ്റ് സൂക്ഷിച്ചിരുന്ന 3 ടാങ്കുകളിലൊന്നായ 610 പ്രഷർ ലെവൽ 55 PSIGയിൽ എത്തിയതായി കുറച്ചു സമയമായി കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഖുറേഷി അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. 55 PSIG എന്നാൽ ആറ്റം ബോംബിന് തുല്യമാണെന്ന് ഖുറേഷി ഓർത്തില്ല. അനുവദനീയമായതിലും 6 ഇരട്ടിയാണിത്. അല്പം മുൻപ് ഖുറേഷി പ്രഷർ ലെവൽ പരിശോധിച്ചപ്പോൾ സാധാരണ നിലയിലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ 55-ലെത്തി? മീറ്ററിന് കുഴപ്പമുണ്ടെന്ന് ഖുറേഷി കരുതി. മീറ്റർ ഇടയ്ക്കിടെ കേടാവാറുണ്ട്, ശരിയായ രീതിയിൽ നന്നാക്കാറുമില്ല. കുറച്ചു കാലമായി കമ്പനിയിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. എന്നാലും ടാങ്കിൽ ഒന്ന് പരിശോധിക്കാമെന്ന് ഖുറേഷി കരുതി. ഫറോവയുടെ പിരമിഡ് പോലെ കെട്ടിയുയർത്തിയ കനത്ത കോൺക്രീറ്റ് വലയത്തിനുള്ളിലാണ് MIC സൂക്ഷിച്ചിരുന്ന 3 കൂറ്റൻ സ്റ്റീൽ ടാങ്കുകൾ. ടാങ്കുകൾക്ക് അതിൽ സൂക്ഷിക്കാവുന്ന MICക്ക് നൽകാൻ കഴിയുന്ന സമ്മർദ്ദത്തിന്റെ 3 ഇരട്ടി താങ്ങാൻ ശേഷിയുണ്ട്. പരിശോധനയ്ക്ക് ടാങ്കിന് മുകളിലെത്തിയ എഞ്ചിനീയർ സുമൻ ഞെട്ടി. ടാങ്കിനുള്ളിൽ നിന്ന് അസാധാരണ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അയാൾ വിളിച്ചു പറഞ്ഞെങ്കിലും കനത്ത കെമിക്കൽ മാസ്കിനുള്ളിൽ നിന്നുള്ള ശബ്ദം ആരും കേട്ടില്ല. ടാങ്ക് അതിനെ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പുകൾ തെറിച്ചു പോകുമെന്ന നിലയിൽ തിളച്ചു മറയുന്നുണ്ടായിരുന്നു. പൈപ്പുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോൾട്ടുകൾ ഇളകിയാടി. മുകളിലെ കോൺക്രീറ്റ് സ്ലാബുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിയടർന്നു. വായുവിൽ കാബേജ് വേവിക്കുന്ന കനത്ത ഗന്ധം. MIC കൂടെയുണ്ടായിരുന്ന എഞ്ചിനീയർ VK സിംഗ് പേടിയോടെ അലറി വിളിച്ചു. അതോടൊപ്പം ഫോസ്റ്റിൻ കൂടിയുണ്ട്. വായുവിൽ പരന്ന പുല്ലിന്റെ മണത്തിൽ നിന്ന് VK സിംഗിന് ഫോസ്റ്റിൻ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. മോണോമെത്തിലാമൈൻ അമോണിയയുടെ മണവുമുണ്ട്. മറ്റൊരു എഞ്ചിനീയറായ മോഹൻലാൽ വർമ്മ ഇത് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. വർമ്മ ഉടൻ തന്നെ അപായ സൈറൻ ബട്ടണടുത്തേക്ക് ഓടി. ആകാശത്ത് മേഘമായി വിഷവാതകം പ്രത്യക്ഷപ്പെട്ടു. 40 വർഷം മുൻപ് 25,000 പേർ കൊല്ലപ്പെടുകയും 6 ലക്ഷത്തിലധികം പേരെ നിത്യരോഗികളാക്കുകയും ചെയ്ത ഭോപ്പാൽ ദുരന്തത്തിന് തുടക്കമാവുകയായിരുന്നു. MIC ചോർച്ചയുണ്ടായാൽ അപകടം തടയാൻ കമ്പനിയിൽ 3 സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ആദ്യത്തേത് ടാങ്കിന്റെ ലൈനിങ്ങിൽ അടങ്ങിയിരിക്കുന്ന മികച്ച പൈപ്പിംഗ് ശൃംഖലയായിരുന്നു. വാതകം അതിലൂടെ പ്രവഹിക്കുമ്പോൾ MIC 0 ഡിഗ്രി സെൽഷ്യസിനടുത്തുള്ള താപനിലയിൽ നിരന്തരം ശീതീകരിക്കപ്പെടും. ഇതിനായി റെഫ്രിജറേറ്റർ സംവിധാനം പ്രവർത്തിക്കും. രണ്ടാമത്തേത് നിർമ്മലീകരണ ടവർ എന്ന് വിളിക്കപ്പെടുന്ന സിലിണ്ടർ ടാങ്ക് ആയിരുന്നു. രക്ഷപ്പെടുന്ന വാതകങ്ങളെ ആഗിരണം ചെയ്യാനും നിർവീര്യമാക്കാനും അതിൽ കാസ്റ്റിക് സോഡ അടങ്ങിയിരിക്കുന്നു. മൂന്നാമത്തേത് 120 അടി ഉയരമുള്ള തീജ്വാലയാണ്. കാസ്റ്റിക് സോഡയുടെ ബാരേജിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള മാലിന്യങ്ങൾ കത്തിക്കുക എന്നതായിരുന്നു അതിന്റെ ജോലി. ദുരന്തമുണ്ടായ രാത്രി അതൊന്നും പ്രവർത്തിച്ചില്ല. ചെലവ് ചുരുക്കാൻ MIC തണുപ്പിച്ചു നിർത്തുന്ന റെഫ്രിജറേഷൻ സംവിധാനം ഓഫാക്കിയിരുന്നു. നിർമ്മലീകരണ ടവറിന്റെ പൈപ്പുകൾ ദ്രവിച്ചു പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നില്ല. മൂന്നാമത്തെ സംവിധാനവും അന്ന് പ്രവർത്തിച്ചില്ല. നിമിഷ നേരം കൊണ്ട് തൊഴിലാളികൾ മരിച്ചു വീഴാൻ തുടങ്ങി. ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാറ്റിന്റെ ദിശ നോക്കിയ ഖുറേഷി ബാക്കിയുള്ള തൊഴിലാളികളോട് മറുവശത്തേക്ക് ഓടാൻ ആവശ്യപ്പെട്ടു. ഇതോടെ ഭോപ്പാൽ മരിച്ചവരുടെ നഗരമായി മാറാൻ തുടങ്ങിയിരുന്നു. 25,000 പേർ കൊല്ലപ്പെടുകയും 6 ലക്ഷം പേർ നേരിട്ടും അല്ലാതെയും ഇരകളാക്കപ്പെടുകയും ചെയ്ത രാജ്യത്തെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമാണ് ഭോപ്പാൽ. 1984 ഡിസംബർ 2 രാത്രി ഭോപ്പാൽ നഗരത്തിലെ യൂണിയൻ കാർബൈഡിന്റെ ഫാക്ടറിയിൽ നിന്ന് മീഥൈൽ ഐസോസൈനേറ്റ് എന്ന വാതകം ചോരുകയും ആയിരങ്ങൾ ശ്വാസം മുട്ടി മരിക്കുകയുമായിരുന്നു. ദുരന്തത്തിനിരയായവർ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. 40 വർഷങ്ങൾക്ക് ശേഷവും ഇരകൾക്ക് നീതി ലഭിച്ചില്ല. ഇന്നും അംഗപരിമിതരായും മാരക രോഗങ്ങളോടെയും അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇരകൾക്കൊന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല.